ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിന്റെ ഉടനെ തന്നെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ അബുയുടെ ചതികൾ ഒന്നും അറിയാതെ അവനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ ഇപ്പം ചെയ്യുന്നത്. എന്നാൽ ഒരു സിറ്റുവേഷനിൽ ആദർശും നയനയും ചേർന്നിട്ട് അബുയുടെ മുഖം മൂടി വലിച്ചു കയറി നവ്യ സത്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാം അറിഞ്ഞ് നമ്മുടെ നവ്യ ആകെ തകർന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ റിവ്യൂവിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ആദർശ് ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരുന്നത് നയനയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ്. തലേ ദിവസം നയന ചെയ്ത ആ ഡിസൈൻ ക്ലയൻസിന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടതിനാൽ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആദർശ് നയനയ്ക്ക് വേണ്ടി 10 പവന്റെ നെക്ലേസ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. നയനയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തോന്നുന്നത്. അനാമികയാണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽപ്പാണ്. അനാമികയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. അങ്ങനെ കാലി കയറി നിൽക്കുന്ന അനാമികയാണെങ്കിൽ നവ്യയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടല്ലോ അനിയത്തിക്ക് ആദർശേട്ടൻ വാങ്ങിച്ചു കൊടുത്ത വില പിടിച്ച സമ്മാനം 10 പവന്റെ മാലയാണ് അവൾക്ക് ചുളിവിൽ കിട്ടിയത്. നമുക്ക് വേണ്ട ഇവിടെ ഭർത്താക്കന്മാര് 10 പവന്റെ പോയിട്ട് 1/4 പവന്റെ സ്വർണം വാങ്ങാൻ പോലും ഗതിയില്ലാത്തവന്മാരാണെന്ന് മാത്രം. ഇത്രയും വലിയ ചതിയനായ അവരുടെ ഭർത്താവിനെ അവരിപ്പോഴും ഉപേക്ഷിക്കാതെ കൂടെ നിർത്തുന്നതിന് കാരണവും ഇതൊക്കെ തന്നെയാ. നവ്യയാണെങ്കിലും അത് സമ്മതിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരി തന്നെ അനാമികെ. ആ ചതിയന്റെ കയ്യിൽ നിന്ന് നയന ഒരിക്കലും ആ മാല വാങ്ങാൻ പാടില്ലായിരുന്നു. ഞാനെങ്ങാനും ആയിരുന്നു നയനയുടെ സ്ഥാനത്തെങ്കിലേ ആ മാല അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തേനെ. എന്തായാലും എനിക്കിപ്പോ അയാളെപ്പോലെ തന്നെ നയനയോട് വെറുപ്പ് തോന്നുന്നൊക്കെ പറഞ്ഞ് നവ്യ തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ശേഷം അബിയോട് ചെന്ന് പറയും, എടാ അബി, ആദർശേട്ടനിപ്പോ ഉണ്ടല്ലോ ഓഫീസിലെ പണമൊക്കെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുക. ഇന്നതേ 10 പവന്റെ മാലയാണ് അയാൾ എന്റെ അനിയത്തിക്ക് വേണ്ടി കൊടുത്തത്. നീയും ആ ഓഫീസിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? എന്നിട്ട് 1 പവന്റെ മാലയെങ്കിലും നീ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോടാ? ആദർശേട്ടൻ വഞ്ചകനാണെങ്കിലും നയനയുടെ കാര്യത്തില് അയാൾ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. നാളെ അയാൾ ചിലപ്പോൾ ചന്തുമോൾക്കും ഒരുപാട് വിലപിടിച്ച സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തെന്ന് വരും. എന്തായാലും എനിക്കിതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ അനുഭവിക്കേണ്ട സ്വത്തുവകകളൊക്കെ എവിടുന്നോ കയറി വന്ന ഒരുത്തി കൂടെ പങ്കിടുമെന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അബി. അതിനുമുമ്പ് നീ ഒരു കാര്യം ചെയ്ത് നീ ആ ജ്വല്ലറിയിൽ നിന്ന് എടുക്കാവുന്നതൊക്കെ എടുത്ത് എനിക്ക് കൊണ്ടുതാ. എനിക്കും ഉണ്ടാവില്ലേ നയനെ പോലെ അതൊക്കെ അണിഞ്ഞു നടക്കാൻ ഒരു കൊതി. ഈ വീട്ടിൽ അവളെ പോലെ തന്നെ അധികാരമുള്ളതാ എനിക്കും. നയനെ പോലെ ഞാനും ഒരു വലിയ പണക്കാരിയെ പോലെ ജീവിക്കട്ടടാ. ഈ വീട്ടിൽ ഇപ്പോഴത്തെ എന്റെ സ്ഥാനം ഒരു വേലക്കാരിക്കാലും കഷ്ടമാണെന്ന് നിനക്കറിയാലോ. എന്റെ കുഞ്ഞിനെയും ഇവിടെ ആർക്കും വേണ്ട. അതുകൊണ്ട് അബി, നയനയ്ക്ക് ആദർശേട്ടൻ കൊടുത്ത മാലയേക്കാൾ വിലമതിക്കുന്നതായിരിക്കണം നീ എനിക്ക് കൊണ്ടു തരാൻ പോകുന്നത്. ഏതായാലും നവ്യയുടെ ഈ ഡിമാൻഡ് കേട്ട് അബി ശരിക്കും ഷോക്കാവുന്നുണ്ട്. പണ്ടൊരിക്കലും ജ്വല്ലറിയിൽ കയറി മോഷ്ടിച്ചത് എന്നെ പിടിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിനിടയിലാണ് ഇനി ഇവൾക്ക് വേണ്ടി അടുത്ത മാല ഞാൻ മോഷ്ടിക്കാൻ പോകുന്നത്. ഇങ്ങനെയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അഭി നവ്യയെ നിരാശപ്പെടുത്താതെ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, ഒരു മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. നവ്യക്കാണെങ്കിലും അത് കേട്ട് സന്തോഷമാവുന്നുണ്ട്. അഭിയുടെ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള മാല തന്നെ തനിക്ക് കിട്ടുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നവ്യ. ചന്തുമോളാണെങ്കിൽ ആദർശും നയനയും പുറത്തു പോയൊരു സമയത്ത് ആകെ ബോറടിച്ചിരിക്കുമ്പോൾ നവ്യയുടെ കുഞ്ഞുവാവയോടൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് നവ്യയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. നവ്യക്ക് അത് ഒട്ടും ഇഷ്ടമല്ലെന്ന് ചന്തുമോൾക്ക് അറിയാമെങ്കിൽ കൂടെ കുഞ്ഞുവാവയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ചന്തുമോൾ വീണ്ടും പോകുന്നത്. ചന്തുമോൾ അവിടെ ചെല്ലുന്ന സമയത്ത് നവ്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചന്തുമോള് അവിടെ ഇട്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ആ കുഞ്ഞിന്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അത് കണ്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് കയറി വരുന്നത്. ചന്തുമോള് തന്റെ കുഞ്ഞിനോടൊപ്പം കളിക്കുന്ന കൂടെ കാണുമ്പോഴത്തേക്കും നവ്യക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ചന്തുമോളെ ഒരുപാട് വഴക്ക് പറയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നവ്യ. മേലിൽ എന്റെ റൂമിൽ കണ്ടുപോയിരുന്നെന്നും പറഞ്ഞ് ചന്തുമോളെ പുറത്തേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് നവ്യ. അപ്പോ ഇത് കണ്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ട് വരികയാണ്. ഈ കാഴ്ച കാണുന്ന ദേവയാനിക്ക് ഒട്ടും സഹിക്കുന്നില്ല. നവ്യയോട് പറയുന്നുണ്ട് ചന്തുമോളുടെ കയ്യിൽ നിന്ന് വിടാൻ. അല്ല, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോന്നേ? ഈ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? നീ ഇവിടുത്തെ മരുമകളാണെന്ന് കരുതി ചന്തുമോളെ അടിക്കാനും പിടിച്ചു വലിക്കാനൊന്നും നിനക്ക് ആരും അധികാരം തന്നിട്ടില്ല നവ്യെ. ഇങ്ങനെയും പറഞ്ഞ് ദേവയാനി നവ്യയുടെ കൈ കുഞ്ഞിന്റെ മേൽ നിന്നും പിടിച്ചു മാറ്റുകയാണ്. നവ്യയാണെങ്കിലും വിട്ടുകൊടുക്കുന്നില്ല. അത് പറയാൻ വല്യമ്മയ്ക്ക് എന്താണ് അധികാരം എന്ന് ചോദിക്കുന്നുണ്ട് തിരിച്ച് നവ്യ. ഇവിടെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ മകൻ വരുത്തി വെച്ച കുഴപ്പം കൊണ്ടാ. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ എല്ലാവരും കിടന്ന് അനുഭവിക്കുന്നതും. അത്രയ്ക്കും ചതിയനായ ഒരുത്തനെ പ്രസവിച്ച നിങ്ങൾക്ക് എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. മക്കളെ എങ്ങനെ വളർത്തണമെന്ന് നിങ്ങൾ എന്റെ അമ്മായിയമ്മയും അമ്മയും ഒക്കെ കണ്ട് പഠിക്കേ. നവ്യയുടെ വാക്കുകൾ അതിര് കടക്കുമ്പോൾ ദേവയാനിക്ക് ഇതൊക്കെ കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ദേഷ്യം വന്ന ദേവയാനി പിന്നെ ഒന്നും നോക്കിയില്ല.
നവ്യയുടെ മുഖം നോക്കി ഒരു അടി കൊടുക്കുകയാണ്. പെട്ടെന്നുണ്ടായ അടിയിൽ നവ്യയാണെങ്കിലും ആകെ പേടിച്ചു പോകുന്നുണ്ട്. വേദന സഹിക്കാനാവാതെ മുഖം തടവിക്കൊണ്ട് നവ്യ ദേഷ്യത്തോടെ പറയുകയാണ്, ഓ നിങ്ങളെപ്പോ എന്നെ തല്ലാനും തുടങ്ങിയല്ലേ? ഏതായാലും ഇത് ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഇക്കാര്യം അഭിയും മുത്തശ്ശനും കൂടെ അറിയട്ടെ. നിങ്ങൾ നയനെ തല്ലുന്നത് പോലെ എന്നെയും തല്ലിയല്ലേ? അതിനുള്ള അധികാരം നിങ്ങൾക്കില്ല. എന്തായാലും ഞാനിതങ്ങനെ വെറുതെ വിടില്ലെന്ന് നവ്യ വാശിയോടെ പറയുമ്പോ, നീ ഇത് ആരോട് ചെന്ന് പരാതി കൊടുത്താലും എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് ദേവയാനി. ഇനി അതിന്റെ പേരില് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നവ്യെ. സഹിക്കാവുന്നതിലധികം ഞാൻ കേട്ടു കഴിഞ്ഞു. ഞാൻ മാത്രമല്ല, എന്റെ മോനും മരുമകളും എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇനി അത് സഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ അഭിമാനമാണ് വലുത്. ഇനി എന്റെ മോനെ പറ്റി നീ ഒരു വാക്ക് പറഞ്ഞ നിന്റെ മറ്റേ കവിളും കൂടെ ഞാൻ അടിച്ചു പൊട്ടിക്കും. അങ്ങനെ കൂടെ നല്ല ചുട്ട മറുപടി കൊടുത്തിട്ടാണ് ദേവയാനി അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ഇവരുടെ വഴക്കെല്ലാം കണ്ട് മാറി ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അനാമികയും ജാനകിയും കൂടിയിട്ട്. അനാമിക ജാനകിയോട് പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ അവൾക്കിട്ടൊന്ന് പൊട്ടിക്കാൻ അന്നേ വിചാരിച്ചതാ അമ്മേ. വല്യമ്മ ഇപ്പൊ ചെയ്തതേ വളരെ നല്ല കാര്യമാണ്. അതിന് വല്യമ്മയെ അഭിനന്ദിക്കുക തന്നെയാ വേണ്ടത്. പക്ഷെ നവ്യയുടെ മുമ്പിൽ വെച്ച് വേണ്ട. ഏതായാലും അവളുടെ അഹങ്കാരത്തിന് ഇപ്പൊ കുറച്ച് കുറവ് വന്നിട്ടുണ്ടാവും. എനിക്ക് സന്തോഷമായി. അപ്പൊ ജാനകിയും പറയുന്നുണ്ട്, അതെ മോളെ, അവളുടെ അമ്മായിയമ്മ ജലജയ്ക്ക് സാധിക്കാത്ത കാര്യമാണ് ഏട്ടത്തിത ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ അവളുടെ അനിയത്തിക്കും 2 പൊട്ടിക്കാൻ ഏട്ടത്തിക്ക് തോന്നിയാ മതിയായിരുന്നു. അതിനുശേഷം നയന വന്നപ്പോ നവ്യ കാര്യങ്ങളെല്ലാം നയനയ്ക്കും പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ അമ്മായിയമ്മ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരുടെ തല്ല് സഹിച്ചിങ്ങനെ നിൽക്കുന്നത്. എനിക്ക് തിരിച്ചു കൊടുക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല നയനെ എന്നിങ്ങനെയെല്ലാം നവ്യ പറയുന്നത് കേൾക്കുമ്പോ നയന പറയുന്നുണ്ട്, ചേച്ചി ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ മാത്രമേ കുറ്റപ്പെടുത്തുള്ളൂ. ചേച്ചിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ആരായാലും അങ്ങനെ തല്ലിയെന്നൊക്കെ ഇരിക്കും. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും നവ്യയ്ക്ക് ഒന്നും കൂടെ ദേഷ്യം തോന്നുകയാണ് നയനയോട്. ശേഷം മുത്തശ്ശന്റെ അടുത്ത് നിന്ന് ദേവയാനി അടിച്ചതൊക്കെ പരാതിയായി പറഞ്ഞു കൊടുക്കുകയാണ് നവ്യ. ഇതിനവർക്ക് തക്ക ശിക്ഷ എന്നെ കൊടുക്കണമെന്നും എന്റെ അമ്മായിയമ്മ പോലും എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. ഇപ്പൊ നയനയെ തല്ലാൻ പറ്റാത്തതുകൊണ്ട് അവരെന്നെ തല്ലി തീർക്കുകയാണ്. ഇവിടുത്തെ മൂത്ത മരുമകളാണെന്നുള്ള അധികാരമാണ് ആദർശേട്ടന്റെ അമ്മയ്ക്ക്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശൻ പറയും, നവ്യെ, ദേവയാനിയെ പറ്റി നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. നവ്യയെ അവള് തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണവും കാണും. അതുകൊണ്ട് നീ അത് മറന്നേക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടുന്ന് പോവാണ്. അങ്ങനെ വളരെ ദേഷ്യത്തോടെ നവ്യ തന്റെ റൂമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ ഒരു സമയത്താണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. അബിയോട് നവ്യ പറയുന്നുണ്ട്, നീ ഇവിടെ നടക്കുന്നത് വല്ല അറിയുന്നുണ്ടോടാ അബി? നിന്റെ ഭാര്യ ഇവിടെയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് തല്ലിക്കൊന്നാലും നീയും നിന്റെ അമ്മയൊന്നും അതൊന്ന് ചോദിക്കില്ല. അതുകൊണ്ടേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. ആ വീട്ടിലെങ്കിലും എനിക്ക് കുറച്ച് വില കിട്ടുമല്ലോ. ഇതും പറഞ്ഞ് നവ്യ ബാഗെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അബി നവ്യെ തടയുന്നുണ്ട്. എന്നിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ സങ്കടപ്പെടാതെ നവ്യെ, വല്യമ്മ നിന്നെ അടിച്ചത് തെറ്റ് തന്നെയാ. ഞാനത് ചോദിക്കുന്നുണ്ട്. പിന്നെ നീ ഇനിയിപ്പോ വീട്ടിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇന്ന് നീ പറഞ്ഞില്ലേ വിലപിടിപ്പുള്ള മാല വേണമെന്ന്? ഞാൻ ജ്വല്ലറിയിൽ നിന്ന് അത് അടിച്ചു മാറ്റി നവ്യെ. ദേ ഇതാ 15 പവന്റെ മാലയാണ് ഞാൻ നിനക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആദർശേട്ടൻ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ കടയിൽ നിന്നും വാങ്ങിയതാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഇതുപോലുള്ള ഡിസൈൻസ് ഒക്കെ ഇപ്പൊ എല്ലാ ജ്വല്ലറിയിലും കാണുമല്ലോ. ഇത് ട്രെൻഡിങ് അല്ലേ, അതുകൊണ്ട് ആർക്കും ഒരു സംശയവും തോന്നില്ല എന്നും പറഞ്ഞ് അബി ആ മാല നവ്യക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അബി നവ്യയെ പറ്റിച്ചതായിരുന്നു. 15 പവന്റെ മാലയൊന്നുമല്ല, അത് വെറും മുക്കുപണ്ടമാണ്. അബി മനസ്സിൽ പറയുന്നുണ്ട്, എടി നിനക്ക് വേണ്ടി 15 പവന്റെ മാല തരാനേ എനിക്ക് വട്ടൊന്നുമില്ല. ഇത് വെറും മുക്കുപണ്ടമാടി. നീയൊക്കെ ഇതിട്ട് നടന്നാൽ മതിയെ, അതിനുള്ള യോഗ്യത നിനക്കുള്ളൂ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. നവ്യക്കാണെങ്കിൽ മാല നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. മാല കൊള്ളാലോ അബി, എനിക്ക് ഒരുപാട് ഇഷ്ടമായടാ. എന്നാലും നിനക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആദർശേട്ടൻ നയനയ്ക്ക് കൊടുത്തത് ഒട്ടും കൊള്ളാത്തൊരു മാലയാ. വെറും 10 പവനല്ലേ ഉള്ളൂ അത്. പക്ഷെ ഇത് 15 പവനെങ്കിലും ഇല്ലേ. ഞാനിത് എന്തായാലും ആ നയനെയും ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് നവ്യ സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. ആദ്യം തന്നെ നയനെയാണ് ചെന്ന് കാണിക്കുന്നത്. നയനെ, നീ ഇത് കണ്ടില്ലേ? നിന്റെ ചതിയനായ ഭർത്താവ് നിനക്ക് വെറും 10 പവന്റെ മാലയല്ലേ സമ്മാനിച്ചത്. എന്നാലേ എന്റെ ഭർത്താവ് എനിക്ക് നോക്ക് അതിനും മുകളിൽ വില വരുന്ന വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ നീ ഇത് എങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കണ്ട. നയനയാണെങ്കിലും ആ മാല കണ്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. എന്ത് ഇത്രയും വിലപിടിപ്പുള്ള മാല അഭിയേട്ടൻ നിനക്ക് വാങ്ങിച്ചു തന്നെന്നോ? ഈ പറയുന്നത് സത്യമാണോ? അല്ല, അബിക്ക് വെറും 50,000 രൂപയല്ലേ മാസശമ്പളമായിട്ട് ആദർശേട്ടൻ കൊടുക്കുന്നത്? എനിക്കെന്തോ ഇതിൽ നല്ല സംശയമുണ്ട്. ഇത് ജ്വല്ലറിയിൽ നിന്ന് മോഷ്ടിച്ചതായിക്കൂടെ? നയനെ ആ പറഞ്ഞത് കേട്ട് നവ്യക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നവ്യ ചോദിക്കുകയാണ് നയനോട്, ദേ നയനെ, അനാവശ്യം വിളിച്ചു പറയരുത്. ഇത് അബി ജ്വല്ലറിയിൽ നിന്ന് മോഷ്ടിച്ചതൊന്നുമല്ല. അവനിപ്പോ അങ്ങനത്തെ ഒരു സ്വഭാവവും ഇല്ല.
ഇതുപോലത്തെ ഈ ഡിസൈൻ മറ്റു ജ്വല്ലറികളിലും ഇപ്പൊ കിട്ടാനുണ്ട്. അതുകൊണ്ടേ നീ എന്റെ ഭർത്താവിനെ വെറുതെ കള്ളനാക്കാൻ നോക്കണ്ട നയനെ. ഞാൻ വില പിടിച്ച മാല ഇട്ടപ്പോ നിനക്കതിന്റെ അസൂയാണ് അല്ലേ? നീ പോവാൻ നോക്കുന്നു പറഞ്ഞ് നവ്യ അതുമായിട്ട് പോകുമ്പോ ആദർശ് വരുന്നുണ്ട്. ആദർശിനോട് നവ്യ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെയും കൂടെ ഈ മാല കാണിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മാത്രമല്ല വിലപിടിപ്പുള്ളതൊക്കെ കൊടുത്ത് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ളത്. ഇതെന്റെ അഭി എനിക്ക് അധ്വാനിച്ച കാശ് കൊണ്ട് വാങ്ങി തന്ന മാലയാ, എങ്ങനെയുണ്ടെന്ന് നോക്കുന്ന പറഞ്ഞ് ആ മാല ആദർശിന് ഊരി കാണിക്കുകയാണ് നവ്യ. ആദർശാണെങ്കിലും ആകെ അന്തം വിട്ടുകൊണ്ട്, ഇത് സ്വർണം തന്നെയാണോ? അല്ല, ഇത് എവിടുന്ന മേടിച്ചത്? ഇത് വാങ്ങാൻ അഭിക്ക് എവിടുന്ന ഇത്രമാത്രം പണം? അവന് വേറെ വല്ല ബിസിനസ്സും ഉണ്ടോ? ഞാൻ എന്തായാലും ഇതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആദർശ് ആ മാല വാങ്ങി ഉരുക്കി നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നവ്യക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആ മാല നശിപ്പിച്ച് കളയാനാണോ നോക്കുന്നത് എന്നൊക്കെ നവ്യ ചോദിക്കുന്നത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട് കേട്ടോ, ഈ മാല സ്വർണ്ണമല്ല എന്നുള്ള കാര്യം. സ്വർണം കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലായിരിക്കും, എനിക്ക് പക്ഷെ അത് ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കണമല്ലോ, അതാണ് ഞാനിത് ഉരുക്കി നോക്കിയത്. ഞാനേ ഗോൾഡ് ബിസിനസ് നടത്തുന്നവനാ, എന്റെ അടുത്ത അഭിയുടെ ഒരു വേലയും നടക്കില്ല. അഭി നിന്നെ വെറുതെ പറ്റിക്കുകയാണ് നവ്യെ. അവൻ വാങ്ങി തന്നത് വെറും മുക്കുകൊണ്ടോ, അല്ലാതെ 15 പവന്റെ മാലയൊന്നും അല്ല ഇത്. അതൊന്നും ഈ ജന്മത്തെ അവനെ കൊണ്ട് വാങ്ങാനും പറ്റില്ല. നീ ഓരോ നിമിഷവും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക നവ്യെ. ഇനിയെങ്കിലും നീ അവനെ മനസ്സിലാക്കാൻ നോക്ക്. ഒരിക്കൽ അവൻ നടത്തിയ വലിയ ചതിയെപ്പറ്റി നീ അറിയും. എന്നാൽ ആ കാര്യം അറിയുമ്പോൾ നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഇപ്പൊ പറയുന്നില്ല. പറ്റുമെങ്കിൽ നീ തന്നെ കണ്ടുപിടിക്കേ. ഏതായാലും ഇതുപോലെ ഷോ ഇറക്കിക്കൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കരുതെന്ന് മറുപടി കൊടുക്കുകയാണ് കേട്ടോ ആദർശ് നവ്യയ്ക്ക്. നവ്യ ആണെങ്കിലും എല്ലാവരുടെ മുന്നിൽ ആകെ നാണം കെട്ട് പോകുന്നുണ്ട്. പിന്നീട് നവ്യ അഭി വരുമ്പോ അവന്റെ മുഖത്തേക്ക് ആ മാല വലിച്ചെറിയുകയാണ്. ഇതാടാ നിന്റെ വിലപിടിപ്പുള്ള മാല, ഇതേ നീ തന്നെ ഇട്ടാ മതി. അത് കറുത്തിരിക്കുന്ന കണ്ടില്ലേ? ഇതിലൊരു തരി സ്വർണം പോലും ഇല്ലെന്ന് ആദർശേട്ടനെ എനിക്ക് ബോധ്യമാക്കി തന്നു. എന്നെ നീ ചതിക്കുകയായിരുന്നു അല്ലേടാ? പണ്ടും ഇതുപോലെ എത്ര ചതിയാ നീ എന്നോട് കാണിച്ചിട്ടുള്ളത്. നീ നിന്റെ ഭാര്യയെ പറ്റിക്കുന്നവനാണെന്ന് വീണ്ടും തെളിയിച്ചല്ലോടാ ദുഷ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അഭിയെ പൊതിരെ തല്ലുകയാണ് നവ്യ. ഏതായാലും അതിനുശേഷം നവ്യ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതായത് അഭിയെ ഇനി മുതൽ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവന്റെ ഓരോ പ്രവൃത്തിയും ഇനി മുതൽ നിരീക്ഷിച്ചേ പറ്റൂ. അവൻ ശരിക്കും മാറിയിട്ടൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മുതൽ അവൻ പുറത്തു പോകുമ്പോഴെല്ലാം ഞാനും അവന്റെ പിന്നാലെ പോണം. അവൻ എന്താ ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കണം. എന്തായാലും സത്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇനിയും ചതിക്കപ്പെടാൻ എനിക്ക് വയ്യ എന്നൊക്കെ നവ്യ ഈ ഒരു അവസരത്തിൽ ഒരു ഉറച്ച തീരുമാനം തന്നെ എടുക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അടിപൊളി എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്